ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കൃഷ്ണകുമാറിൻ്റെ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണയായിരുന്നു ഒരുപാട് പേരുടെ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഈ മെമ്പർഷിപ്പ് ലൈവ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന പേരിൽ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ടായിരുന്നു ഹൻസിക കൃഷ്ണയെ. ഇപ്പോൾ ഹൻസിക കൃഷ്ണയുടെ ചേച്ചിയായിട്ടുള്ള ദിയ കൃഷ്ണയാണ് വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അടുത്ത വ്യക്തി. കൃഷ്ണകുമാറിൻ്റെ 4 മക്കളിൽ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ. ദിയ കൃഷ്ണയാണ് ഫസ്റ്റിലെ ഇപ്പം കല്യാണം കഴിച്ചതും അവർക്കൊരു കുട്ടിയുമുണ്ട്. അവർക്കൊരു ബിസിനസ്സുമുണ്ട്, ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അവർ. അതേപോലെ തന്നെ ഈ യൂട്യൂബിൽ ഒരു വലിയ ചാനലുണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ചാനലാണ്. അപ്പോൾ അതിൽ കൂടെയൊക്കെ തന്നെ അവർ ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്. ഏൺ ചെയ്യുമ്പോൾ മനുഷ്യന് കിട്ടുന്ന ഒരു കാര്യം കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ആ കുട്ടിയിൽ ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് പലപ്പോഴും ആ കുട്ടിയുടെ വായിൽ നിന്ന് അബദ്ധങ്ങളും അല്ലെങ്കിൽ തെറ്റായ പരാമർശങ്ങളും ഇല്ല തെറ്റായ കാര്യങ്ങളുമൊക്കെ പുറത്തു വരുന്നത് എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏൺ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ മാധ്യമങ്ങളെല്ലാം എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അവരതിനെ മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു, കുറേ കാശുണ്ടാക്കുന്നു. പിന്നെ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ കുറച്ച് ഫേമസ് പേഴ്സണാലിറ്റീസൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരിടുന്ന വീഡിയോസൊക്കെ വേഗം തന്നെ റീച്ച് ആകുകയും ചെയ്യും. അങ്ങനെ ഈ കുട്ടികൾക്ക് ഒരു നല്ല ഒരു പോസിറ്റീവ് കാര്യമായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ അവർക്കും അവരുടെ വീഡിയോസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. ആ രീതിക്കൊക്കെ നോക്കുമ്പോഴത്തേക്കിനും അവർ ചെയ്യുന്ന കാര്യത്തിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും അപ്രിഷ്യേറ്റ് ചെയ്ത് കൊണ്ട് തന്നെ പറയുകയാണ്. ചില സമയത്ത് ദിയ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്, അല്ലെങ്കിൽ തെറ്റാണ്, ഈ കുട്ടി പറയുന്നത് തെറ്റാണ്, ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിപ്പോകുന്ന പല കാര്യങ്ങളും ദിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുമുണ്ട്. ഭയങ്കര ഒരു ധാർഷ്ട്യമുള്ള ഒരു കുട്ടിയായിട്ടാണ് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. അത് ഇപ്പോൾ അവരുടെ ഇൻലോസിൻ്റെ കാര്യം എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് ഇൻലോസിനെ കാണാൻ എപ്പോഴും അവിടെ പോകാത്തത്, ഇല്ല അവരുടെ കൂടെയുള്ള വീഡിയോസൊക്കെ കുറവാണല്ലോ, എപ്പോഴും സ്വന്തം വീട്ടിലാണല്ലോ വന്ന് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ ഇൻലോസിനെ എന്താണ് അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കാത്തതെന്നുള്ള രീതിക്കുള്ള കമൻസൊക്കെ കാണാറുണ്ട്. അപ്പം മദർസ് ഡേക്ക് അവരുടെ ഇൻലോസിനെ കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ദിയ കൃഷ്ണ പങ്കുവെച്ചത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കമൻസിൽ വന്നിട്ട് എന്താ എൻ്റെ ഇൻലോസിനെ അച്ഛ അമ്മ എന്ന് വിളിക്കാത്തതെന്നൊക്കെ ആളുകൾ ചോദിക്കും. അപ്പോൾ വഴിയെ കൂടെ പോകുന്നവരെയൊന്നും എനിക്ക് അച്ഛ അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ എനിക്കൊരു അമ്മയുണ്ട്, അതാണ് എൻ്റെ അമ്മ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ ശരിക്കും നമ്മുടെ അമ്മ തന്നെയാണ്. നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന അമ്മ നമ്മുടെ അമ്മയല്ലേ, ഇല്ലെങ്കിൽ ആ ഹസ്ബൻഡ് പറയുന്ന ആളുടെ അച്ഛൻ നമ്മുടെ അച്ഛനല്ലേ. നമ്മൾ പ്രസവിച്ച അച്ഛനും അമ്മയും മാത്രമാണോ നമ്മൾ അച്ഛ അമ്മ എന്ന് വിളിക്കുന്നത്? ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. ആ ഒരു പ്രായത്തിലുള്ള ആളുകളെയൊക്കെ കാണുമ്പം നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്, അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം അവർ നമ്മുടെ റിയൽ അച്ഛൻ അമ്മ ആയി എന്നല്ലല്ലോ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്കുണ്ട്, പക്ഷേ എങ്കിൽ പോലും മറ്റുള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യാനും അവരോടുള്ള ഒരു സ്നേഹം കാണിക്കാനും ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിളിച്ചു പോകും. അതിനകത്തൊരു തെറ്റുണ്ടെന്നൊന്നും തോന്നില്ല. അതും ഇത് വെറുതെക്കാരൊന്നുമല്ല, സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനും അമ്മയാണ്. അവരെ അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഇനിയിപ്പോൾ ആൻറ്റി എന്ന് വിളിച്ചാലും അങ്കിളെന്ന് വിളിച്ചാലും തെറ്റില്ല. കുറേ പേര് അങ്ങനെ വിളിക്കാറുണ്ട്. കാരണം ചെറുപ്പം മുതലേ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന ഒരാളിൻ്റെ മകനെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ അങ്ങനെ തന്നെ വിളിക്കും. കാരണം പെട്ടെന്നൊരു മാറ്റം സംഭവിക്കത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ച് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അതിനകത്ത് നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ വഴി കണ്ട ആളുകളെല്ലാം എനിക്ക് അച്ഛനമ്മ എന്ന് വിളിക്കാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം അതിനകത്ത് ആ ഒരു അമ്മയമ്മയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും ഓർക്കാതെയും കാണാതെയും ഒക്കെ ആയിരിക്കും ഇത് വിളിച്ച് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് ഇങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അത് ആളുകൾ വിമർശിക്കും. കാരണം നിങ്ങൾ ഇതൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് എത്രയും ഫ്രീഡം ഉണ്ടോ അതുപോലെ തന്നെ ഇതിനെയൊക്കെ വിമർശിക്കാനായിട്ട് ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആരോഗ്യപരമായ വിമർശനങ്ങൾ ആദ്യ രീതിയിൽ കാണാതെ അവർക്കെതിരെ കേസ് കൊടുക്കുകയും സ്ട്രൈക്ക് കൊടുക്കുകയും ചെയ്യുന്നതിനകത്തൊന്നും അർത്ഥമില്ല. പലപ്പോഴും അവരുടെ ഹസ്ബൻഡിനെ പോലും അവർ ഭരിക്കുന്ന ഒരു ഭാര്യയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഭർത്താവ് ഭാര്യയെ ഭരിക്കണമെന്നോ ഭാര്യ ഭർത്താവിനെ ഭരിക്കണമെന്നോ ഒന്നുമില്ല, എല്ലാം ഈക്വലാണ്, എല്ലാം സമമാണല്ലോ ഇപ്പം. അപ്പോൾ ആ രീതിക്ക് നോക്കിയാലും ആ ഒരു പയ്യൻ വളരെ പാവപ്പിടിച്ച ഒരു പയ്യനാണ്, ഈ കുട്ടിയുടെ താളത്തിനൊത്ത് നിൽക്കുന്ന ഒരു പയ്യനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ ആ ഒരു പയ്യനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഭാര്യയായിട്ടും തോന്നിയിട്ടുണ്ട്. അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ വളരെ സാധുവായിട്ടുള്ള ആൾക്കാരാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം പല കാര്യങ്ങളും ഈ കുട്ടി സ്വന്തം ഡിസിഷനിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് തെറ്റുണ്ടെന്നല്ല, പക്ഷേ നമ്മുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആളുകളെയും ഒക്കെ നമ്മൾ അവർക്കും ഒരു കരുതലും ഒരു റെസ്പെക്റ്റും ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ എന്ന് ഉള്ളത് മറ്റുള്ളവർക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് പറയാൻ നിങ്ങൾ ആരുമല്ല എന്നൊന്നും പറഞ്ഞാലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി വിമർശനങ്ങൾ നടത്താനും അതിൻ്റെ എന്താണ് പറയേണ്ടത്, അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാനും എല്ലാവരും സ്വാതന്ത്ര്യരാണ്. ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് ദിയയുടെ ഭാഗത്ത്
തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും എനിക്ക് ആരെയും വകവെപ്പില്ല, ഇല്ലെങ്കിൽ എനിക്ക് ആരെന്നാ പറഞ്ഞാലും ഒരു കുന്തവും ഇല്ല എന്നുള്ള മട്ടിലങ്ങ് വിളിച്ച് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊക്കെ പബ്ലിക് ഫിഗറാണ്, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ 10 പേര് അല്ലെങ്കിൽ കുറേ അധികം പേര് നിങ്ങളെയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന രീതികൾ, നിങ്ങൾ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം നിങ്ങൾ കുറേ പെൺകുട്ടികൾക്കൊക്കെ പ്രചോദനമാകേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കുറേ വട്ടം കണ്ട് തെറ്റോ ശരിയോ വല്ലോ ഒക്കെ മനസ്സിലാക്കി അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണമല്ലോ അത് പുറത്തേക്ക് വിടാൻ. അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ആളുകൾ പറയുന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവരുടെ തലയിൽ കയറിയിട്ടൊന്നും കാര്യമില്ലെന്നും ദിയയോട് പറയാനുണ്ട്. ദിയ അങ്ങനെയാണ്, എപ്പോഴും പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. ആളുകൾ പറയുന്ന കാര്യങ്ങൾ ആ സെൻസിൽ എടുക്കാനായിട്ടൊന്നും അറിയത്തില്ല. അതേപോലെ തന്നെ ദിയ കേസും വഴക്കിനും ഒക്കെ നടക്കുന്ന ഒരാളായിട്ടും കാണാറുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് ഒരു താഴായ്മയും വിനയവും ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കുമ്പം വരുന്ന ഒരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് ആയിട്ട് വരുന്ന ഒരു മാറ്റവും കൊണ്ടൊക്കെ ആകാം. പക്ഷേങ്കിൽ നമ്മൾ ഇതൊക്കെ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടും ജനങ്ങളുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല കണക്ഷൻ വെച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളാരാ എന്നുള്ള രീതിക്ക് പ്രവർത്തിച്ചാൽ അത് ഈ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മുന്നോട്ട് നീണ്ട് നിൽക്കുമോ എന്നറിയത്തില്ല. കാരണം ഒരു ദിവസം കൊണ്ടല്ലല്ലോ ജീവിതം കഴിഞ്ഞു പോകുന്നത്, അല്ലേ? ഇപ്പം ലൈഫ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഒരു കുട്ടിയുണ്ട്, ഇനി ലൈഫിനെ ഫേസ് ടു ഫേസ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ കാഠിന്യം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോഴത്തെ ആ ഒരു ഇതല്ല, അത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കഠിനമേറിയതൊക്കെ. അപ്പം ഇപ്പം എനിക്ക് എന്ത് സാധിക്കും, എനിക്ക് കാശുണ്ട് എന്നുള്ളൊരു ധാർഷ്ട്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രോഗ്രസ്സിനെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊന്നുമല്ല ജീവിതം. ഇനി മുന്നോട്ടുള്ള ലൈഫിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കുമ്പോഴാണ് അത് നല്ലൊരു ലൈഫായിട്ട് മാറുന്നത്. നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് അറിവുള്ള ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാകാറുണ്ട്. ഒരുപാട് ബുക്സ് വായിക്കുന്ന ആളും ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരനെ. അപ്പം ഈ അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ കുട്ടികളെ പറ്റി ഉണ്ടായിരുന്ന ഒരു ധാരണ ഇതൊന്നും അല്ലായിരുന്നു. കാരണം ഈ കൃഷ്ണകുമാറിൻ്റെ പഴയ കാലത്തെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ കുട്ടികളെ പറ്റി പറയുന്ന കാര്യങ്ങളും ഒക്കെ വേറെ ഡിഫറെൻ്റ് ആയിരുന്നു. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറി. ചിലപ്പോൾ കാലഘട്ടം മാറിയപ്പം കുട്ടികൾ ചിന്തിക്കുന്ന പോലെ, ന്യൂ ജനറേഷൻ കുട്ടികൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ അപ്ഡേറ്റഡ് ആകണം എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് വന്ന മാറ്റങ്ങളായിരിക്കാം മേ ബി. പക്ഷേ പുള്ളി ഇങ്ങനെയൊന്നും അല്ല കുട്ടികളെ പറ്റിയിട്ടോ ജീവിക്കുന്ന രീതികളെ പറ്റിയിട്ടോ ഒന്നും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അത് മാറ്റി പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾ 4 പേരും നല്ല രീതിക്ക് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സ്വതന്ത്രരാണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ തടയാനോ ഇല്ല ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിർബന്ധം പിടിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനോ ഈ അച്ഛൻ അമ്മ എന്നുള്ള രീതിക്ക് ഇപ്പോൾ ഇവർക്ക് സാധിക്കത്തില്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചാൽ പോയെന്ന് പറഞ്ഞാൽ വേറെ തെറ്റായ രീതിക്കല്ല, അവർ സ്വന്തമായിട്ട് ഒരുപാട് ഏൺ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടത്തിന് ജീവിക്കാൻ അവർക്ക് ഫ്രീഡമുണ്ട്. അപ്പോൾ അത് അവർ ചെയ്യും. നിങ്ങളിപ്പം വേണ്ടാന്ന് പറഞ്ഞാലും അവരത് പോയി ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രായവുമുണ്ട്, കാശും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഈ അച്ഛനും അമ്മയ്ക്ക് പലപ്പോഴും പല കാര്യങ്ങളും പറയാൻ പറ്റാത്തത്. പിന്നെ മക്കളെന്നുള്ള രീതിക്ക് മക്കൾ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കുക എന്നാണല്ലോ എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നത്. അതാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മളൊരു രീതിയിലും അങ്ങനെ ബ്ലെയിം ചെയ്യുമൊന്നുമല്ല. പക്ഷേ ഈ കുട്ടിയൊക്കെ നല്ല കഴിവുള്ളവരാണ്. ഇനിയിപ്പോൾ ഈ സംസാരത്തിലും കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ, അല്ലെങ്കിൽ സംസാരം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അവർക്ക് നന്മ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ അടുത്തിടെയിട്ട വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.